ബലാത്സംഗ കേസിൽ കോൺഗ്രസ് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യമില്ല. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. പ്രതിയെ നാളെ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. രാവിലെ കേസെടുത്തുവെങ്കിലും ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ഇതിൻ്റെ വാദം കേട്ടത്. രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. എന്നാൽ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് ലഭിക്കാതെ ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു. ക്രൈം നിലനിൽക്കില്ല എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചുവെങ്കിലും കോടതി അത് പരിഗണിച്ചില്ല. പിന്നീട് അന്വേഷണ സംഘം പ്രൊഡക്ഷൻ വാറണ്ട് നൽകുകയായിരുന്നു. ഇത് പരിഗണിച്ച കോടതി നാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശം നൽകി. നാളെ കോടതിയിലെത്തുന്ന രാഹുൽ മാങ്കൂട്ടത്തെ 7 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. 3ാമത്തെ കേസിലാണ് ഇയാൾക്കെതിരെ ഇപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ ഉണ്ടായതെങ്കിലും മറ്റു ചില കേസുകൾ കൂടി അന്വേഷണ പരിധിയിലുള്ളതായാണ് സൂചന. ഈ സാഹചര്യത്തിൽ ഈ കേസുകൾക്ക് ആസ്പദമായ തെളിവുകൾ പൂർണ്ണമായും ശേഖരിച്ച ശേഷമായിരിക്കും തിരികെ രാഹുലിനെ കോടതിയിലെത്തിക്കുക. 3ാമത്തെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി അപമാനിക്കപ്പെട്ടതും ആക്രമിക്കപ്പെട്ടതുമായ തിരുവല്ലയിലെ ഹോട്ടലിലാണ്. ഇതിനുശേഷം പാലക്കാട്, പിന്നീട് വടകരയിലെ ഫ്ളാറ്റിലുമെത്തി പരിശോധനകൾ നടത്തും. 3ാമത്തെ പരാതിക്കാരിയോടാണ് വടകരയിലെ ഫ്ളാറ്റിലെത്താൻ നിർദ്ദേശം നൽകിയതെങ്കിലും അവർ പോയില്ല. ഇത്തരത്തിൽ ഇതിനു മുൻപ് പെൺകുട്ടികളെയും മറ്റും വശീകരിച്ച് വടകരയിലെ ഫ്ളാറ്റിൽ എത്തിച്ചിട്ടുണ്ടോ എന്നും മറ്റു വല്ലവരുമായി ഇത് പങ്കിട്ടിട്ടുണ്ടോ എന്നും അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കും. രാഹുൽ മാങ്കൂട്ടം എന്ന കോൺഗ്രസ് എംഎൽഎ മാത്രമാണോ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പിന്നിലെന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. രാവിലെ മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും പോലീസ് എത്തി രാഹുൽ മാങ്കൂട്ടത്തെ കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷമായിരിക്കും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക. കഴിഞ്ഞ ദിവസം മാവേലിക്കര സബ് ജയിലിലെത്തിച്ച രാഹുൽ മാങ്കൂട്ടത്തെ കാണാൻ അടുത്ത ബന്ധുക്കളും ചില കോൺഗ്രസ് പ്രവർത്തകരും എത്തിയിരുന്നു. മാവേലിക്കര സ്പെഷ്യൽ ജയിലിലെ 3ാം നമ്പർ സെല്ലിലാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ കഴിയുന്നത്. ഇവിടെ മതിയായ സൗകര്യമില്ലെന്നും ഇവിടെ നിന്നും തന്നെ തിരുവനന്തപുരത്തേക്ക് മാറ്റണമെന്നൊരാവശ്യവും ഇയാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.